ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിരിക്കണം എന്ന് വിചാരിക്കണം കേട്ടോ. ഇന്നിപ്പോൾ നമ്മളൊരു എല്ലും കപ്പയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് എല്ല് വാരി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ എല്ല് രാവിലെ പോയി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രാവിലെ പോയാലും നേരത്തെ പോയാലല്ലേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി അതിനെ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ ഒരു 4 വിസിലിന് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഇറച്ചിക്ക് അനുസരിച്ചിട്ടായിരിക്കണ്ട, ചിലപ്പോൾ കൂടുതൽ വേവിക്കണം. ചിലത് ഞാൻ എന്തായാലും 4 വിസിലിനാണ്. കാണുമ്പോൾ നമുക്കത് ഇത്തിരി മൂപ്പ് കുറഞ്ഞ ഇറച്ചി പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് മാറ്റി വെച്ച് ഒരു ചീനിച്ചട്ടി എടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ കൊത്തിയരിഞ്ഞ ഇഞ്ചി അതിലോട്ടിട്ട്, പിന്നെ വെളുത്തുള്ളി ഒരു കുടം എന്നൊക്കെ പറയില്ലേ, ഒരു അങ്ങനത്തെ ഒരു സംഭവം, ഒരു കുടത്തോട് കൂടിയിട്ട് എന്നൊക്കെ പറയാം. അങ്ങനെ മുഴുവനായിട്ട് വെളുത്തുള്ളി അത് കുറച്ചിട്ട് നന്നായിട്ട് നന്നായി ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ മണം നന്നായിട്ട് വരണം. ഒരു 3 പച്ചമുളക് കീറിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചുവന്നുള്ളി, ചെറിയ ഉള്ളി അത് കുറച്ചെടുത്തിട്ട് അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ഏറ്റവും ടേസ്റ്റ് കൂട്ടാൻ ബീഫിനാണെങ്കിലും ചിക്കനാണെങ്കിലും ടേസ്റ്റ് കൂട്ടാൻ ഉത്തമ ഒരു സാധനം ഉണ്ട്. ആ സവോളീൻ്റെ ഞാൻ പകുതി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒത്തിരി ഒന്ന് ഇതായ ശേഷം അതിലോട്ട് കുറച്ച് സവോളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയ ശേഷം എന്താ പറയുക, നമ്മുടെ തേങ്ങാക്കൊത്ത് അതും കൂടി ഇട്ട് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. തേങ്ങാക്കൊത്തില്ലാത്ത എന്ത് ബീഫ് കറിയാണ് അല്ലേ. അപ്പോൾ അതങ്ങോട്ട് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിനി കോരിയെടുക്കണം കേട്ടോ. ഈ വാടിയത് നമുക്കത് എന്താ പറയുക, ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും സവോളയും തേങ്ങാക്കൊത്തൊക്കെ കൂടിയിട്ട് മുരിഞ്ഞ പോലെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് അതൊന്ന് ഇളക്കിയിട്ട് നമുക്കത് കോരി മാറ്റി വെക്കണം കേട്ടോ. കാരണം ഇതിൽ കൂടെ മസാല ഇട്ട് പൊടി വർഗ്ഗങ്ങളൊക്കെ ഇട്ട് കരിഞ്ഞ് അങ്ങനെയൊക്കെ പോകും. അപ്പോൾ നമുക്ക് അത് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കോരി മാറ്റിയിട്ട് അതേ എണ്ണയിൽ ഒരു സ്പൂൺ അങ്ങനെ ഉണ്ടാവും ഒരു എണ്ണ, അതിൻ്റെ കോരി എടുത്തത് അതിൽ കൂടെ ഇതിന് വേണ്ട മസാലകളും കൂടി ഇടുക. കാരണം കുറച്ചും മുളക് പൊടി ഇടുക, പിന്നെ മല്ലിപ്പൊടി കൂടുതലായിരിക്കണം. ബീഫിനെ എപ്പോൾ വയ്ക്കുമ്പോഴും മല്ലിപ്പൊടി കൂടുതലായാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് നന്നായിട്ട് വഴറ്റി പച്ചമുളകൊക്കെ മാറിയ ശേഷം മീറ്റ് മസാല ഇടുക, നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചില്ലേ സവോളയും തേങ്ങക്കൊത്തൊക്കെ കൂടിയിട്ട് ആ മസാല ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മസാലയിലോട്ടൊക്കെ നമ്മൾ എന്താ പറയുക, ആ പൊടികളൊക്കെ അങ്ങോട്ട് ചേർന്ന് അങ്ങോട്ട് സൂപ്പറായിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ബീഫ് അത് ചാറോട് കൂടിയിട്ട് അങ്ങോട്ട് ഇടുക. ബീഫിൽ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ. ബീഫിലോ വെള്ളം ഒന്നായിട്ട് വരും, എന്നാലും ഒരു 1/2 ഗ്ലാസും കൂടിയാണ്. കാരണം ഇതിൽ ഇരുന്ന് ഒന്നും കൂടി തിളച്ച് വറ്റിയിട്ടൊക്കെ വേണം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ. അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇളക്കി അതിൻ്റെ ആ മസാലയൊക്കെ നമ്മുടെ ബീഫിലോട്ട് എല്ലിലോട്ട് നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം പൊടിയും വേറെ മസാല ഇളക്കിയാണല്ലോ, അത് കാരണം കേട്ടോ. ഇളക്കി ഒന്ന് സെറ്റാക്കി അത് അങ്ങോട്ട് അടച്ച് വെക്കുക. എന്നിട്ട് ചെറിയ തീയിൽ എന്നിട്ട് ഒരു 10 മിനിറ്റും കൂടി വേവിക്കുക, 10-15 മിനിറ്റും കൂടി വേവിക്കുക. എന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ ഈ പരുവാകും. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അടിപ്പിടിക്കുകയൊന്നും ഇല്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ ഒന്ന് ഇതാക്കുക. എന്നിട്ട് അടച്ച് വയ്ക്കുക. അപ്പോഴേക്ക് ഏട്ടൻ അവിടെ കപ്പ നേരാക്കുകയാണ്. കാരണം കപ്പയെല്ലാമാണല്ലോ ഇന്നത്തെ സ്പെഷ്യൽ. എന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പം പണിയില്ലാത്ത ദിവസം നമുക്ക് കപ്പയെല്ലാം ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാണ്. അപ്പോൾ അത് സിമ്മിലിട്ട് ആക്കിയപ്പോൾ ഇത് കണ്ടോ, കുറുകിയ ചാറോടുകൂടി നല്ല ടേസ്റ്റായിട്ടോ. അതിൽ തേങ്ങാക്കൊത്ത് കഴിക്കാനാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതങ്ങോട്ട് എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അപാര ടേസ്റ്റ് കേട്ടോ. നിങ്ങളത് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും. കപ്പയിലൊക്കെ കിട്ടും എന്നൊന്നുമില്ല കേട്ടോ. മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ വർഷത്തിൽ 2 തവണയൊക്കെ എല്ലും കപ്പയും മേടിക്കുള്ളൂ കേട്ടോ. കപ്പ മിക്കവാറും മേടിക്കും, എല്ല് പക്ഷേ എപ്പോഴെങ്കിലൊക്കെ കേട്ടോ മേടിക്കുള്ളൂ. അപ്പോൾ ഏട്ടൻ കപ്പയൊക്കെ നേരാക്കി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വെട്ടിത്തരാറുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പിള്ളേരുടെ അടുത്ത് പോയിട്ട് കുറച്ച് ഹലോ കാക്ക പൂച്ച ആട് പൂച്ച പറഞ്ഞു മ്യാവ് മ്യാവ് ആട്. പിന്നെ ഞാൻ അടുക്കളയിലോട്ടൊക്കെ വന്നപ്പോൾ ഏട്ടൻ എല്ലാം കൊത്തി അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് എല്ലാം ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് ഏട്ടൻ. എനിക്ക് വെക്കൽ മാത്രമല്ല, ചില സമയത്ത് ഏട്ടൻ വെക്കുകയും ചെയ്യും കേട്ടോ. വലിയ കാര്യം കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴുകി വാരിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് പാകത്തിന് ഇട്ടിട്ടുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്
ഒരൊറ്റ വിസിലിന് അത് അപ്പം തന്നെ തുറക്കുക, എയർ കളയുക കേട്ടോ. അപ്പോൾ ഒരുവിധം എന്താ പറയുക ഉടഞ്ഞ് പോകാത്ത രീതിയിൽ നമുക്ക് കിട്ടണം കേട്ടോ. വെന്ത് അങ്ങനെയുള്ളൊരു പരുവത്തിൽ നല്ല ഉടച്ചാൽ നല്ല ഒരു ഇത് ഉണ്ടാവുള്ളൂ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായി വെന്ത് അധികമായ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ കൂടെ കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ആ ഇടിച്ചതിൽ കൂടെ ഇടിച്ചിട്ടുണ്ട് അതൊക്കെ ചേർക്കണേന്. എന്നിട്ട് അതിൽ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. എന്നിട്ട് അതിൽ കൂടെ അങ്ങോട്ട് നമ്മുടെ എന്താ പറയുക എല്ലും കപ്പയും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കഴിച്ച എൻ്റെ ദൈവമേ നല്ല ടേസ്റ്റ് കേട്ടോ. കാരണം ഇത് കഴിക്കാത്തതിനോടല്ല കേട്ടോ, കഴിക്കാത്തവർക്ക് ഇത് കണ്ടാലൊക്കെ ഭയങ്കര ഇഷ്ടമില്ലായ്മയുണ്ടാവും. പക്ഷെ കഴിക്കണവർക്ക് ഇത് കണ്ട ഭയങ്കര ഇഷ്ടമായിരിക്കും, കൊതിയായിരിക്കും, നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഒന്ന് വെച്ച് നോക്കാം കേട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ചെയ്യുക. ഇതായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, ഏട്ട കഴിക്കുന്നുണ്ട്. പിള്ളേർക്കൊക്കെ ആദ്യം തന്നെ കൊടുത്തു കേട്ടോ. ഞാനതിൽ തേങ്ങക്കൊത്ത് മാത്രം പെറുക്കി തിന്നെ. എനിക്കത് ഭയങ്കര ഇഷ്ടം, തേങ്ങക്കൊത്ത് ബീഫിലുള്ള മസാലയൊക്കെ ഇടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.